ത്തോടെയും ബോധത്തോടെയും കരുതലോടെയും ജീവിക്കുന്ന ഒരു ജീവിത രീതിയാണ്. ഇന്ന് അത്തരം ഒരു ആരോഗ്യ ദർശനം ജീവിതമാക്കിയ ഒരു വ്യക്തിയെയാണ് നമുക്ക് സെന്റർ ഫോർ ഇൻഫർമേഷൻ ആൻഡ് ഗൈഡൻസ് ഇന്ത്യ നടത്തുന്ന ഒരു പ്രോജക്റ്റ് ആയിട്ടുള്ള ഡിവിഷനിലേക്ക് കിട്ടിയിരിക്കുന്നത്. അതിൽ വലിയൊരു സന്തോഷമുണ്ട്. അദ്ദേഹം it is my great pleasure to introduce Dr. Shanib CH, an experienced Unani physician who has been practicing Unani medicine for the past 10 years with commitment and compassion. Doctor is not only a medical practitioner but also a passionate advocate of wellness and public health awareness. അദ്ദേഹം ഇതിനു വേണ്ടിയിട്ട് ഒരുപാട് വർഷങ്ങളായി പ്രവർത്തിക്കുന്നു. പേഷ്യൻ്റ് സെൻറ്റേർഡ് ആയിട്ടുള്ള പ്രവർത്തനങ്ങളിലാണ് കൂടുതൽ ഫോക്കസ് കൊടുത്തിരിക്കുന്നത്. രോഗിയോടുള്ള കരുതലുകളും മാനുഷിക സമീപനവും അദ്ദേഹത്തിൻ്റെ പ്രവർത്തനത്തിൻ്റെ മുഖ്യ മുദ്രയാണ്. യഥാർത്ഥ ആരോഗ്യം ചികിത്സയിൽ മാത്രമല്ല, ആരോഗ്യകരമായ ശീലങ്ങളിലും ബോധപൂർവമായ ജീവിത തെരഞ്ഞെടുപ്പുകളിലുമാണെന്ന് വിശ്വാസമാണ് അദ്ദേഹത്തെ നയിക്കുന്നത്. ഇന്നത്തെ ഈ എപ്പിസോഡിലേക്ക് സാറിനെ സ്വാഗതം ചെയ്യുകയാണ്. ഇന്നത്തെ വിഷയം ഫ്രണ്ട്ലി ഫുഡ് ഹാബിറ്റ്സ് ഫോർ ഹെൽത്തി ലൈഫ്, ആരോഗ്യകരമായ ജീവിതത്തിനായുള്ള സൗഹൃദപരമായിട്ടുള്ള ഭക്ഷണശീലങ്ങൾ കേൾക്കാൻ കാത്തിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട പാർട്ടിസിപ്പൻസിനെയും സ്വാഗതം ചെയ്യുകയാണ്. കൂടെ നമ്മുടെ പ്രിയപ്പെട്ട പ്രോഗ്രാം ഡയറക്ടർ നൂസിയ മാം, എൻ്റെ കൂടെ ടീം ഇൻചാർജ് ആയിട്ടുള്ള നസീബ ടീച്ചർ, എൻ്റെ കൂടെ കട്ടക്ക് നിൽക്കുന്ന ഡിവിഷൻ ടീം അംഗങ്ങളും എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുകയാണ്. ഓവർ ടു യു സർ. സർ കേൾക്കുന്നില്ലേ? ഗുഡ് മോർണിംഗ് ആൾ. തുടങ്ങാം അല്ലേ? അതെ, തുടങ്ങാം. ഫ്രണ്ട്ലി ഫുഡ് ഹാബിറ്റ്സ് ഫോർ ഹെൽത്തി ലൈഫ്, ആരോഗ്യകരമായിട്ടുള്ള ജീവിതത്തിന് സൗഹൃദപരമായിട്ടുള്ള ഭക്ഷണശീലങ്ങൾ നമുക്ക് എങ്ങനെയൊക്കെ ഉണ്ടെന്ന് ചെക്ക് ചെയ്യാം. എല്ലാവർക്കും അറിയാവുന്ന കുറെ കാര്യങ്ങളാണ് പറഞ്ഞു പോകുന്നതെങ്കിലും നമ്മൾ നിത്യജീവിതത്തിൽ ഇതൊരു റിമൈൻഡേഴ്സ് കൂടുന്നതിനനുസരിച്ചാണ് നമുക്കത് ഹാബിറ്റുകൾ ഫോം ചെയ്യാന്നാണ് പറയപ്പെടുക. അപ്പോൾ എപ്പോഴൊക്കെ നമുക്ക് റിമൈൻഡേഴ്സ് കിട്ടുന്നുണ്ടോ അതിനനുസരിച്ചൊക്കെ നമുക്ക് നമ്മുടെ ഹാബിറ്റിലേക്ക് അതിനെ കൺവേർട്ട് ചെയ്യാൻ പറ്റും എന്നാണ് പറയപ്പെടുന്നത്. സോ ഇതൊരു വൺ ലൈൻ സെഷൻ ആണെന്ന് ഞാൻ അങ്ങനെ പറഞ്ഞു പോവുകയാണ്. എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹാൻഡ് റൈസ് ചെയ്യോ അല്ലെങ്കിൽ മെസ്സേജ് ആയിട്ട് ഇതിൽ മെൻഷൻ ചെയ്യുകയോ ചെയ്യാം. വൺ ടൈമായി പറഞ്ഞു പോകുന്ന കാര്യങ്ങൾ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ. ഈ അടുത്ത്, അതായത് മെയ് 3 നമ്മുടെ സെൻട്രൽ മിനിസ്ട്രി ഒരു ഗൈഡ് ലൈൻ ഇറക്കി. അതായത് കുട്ടികളിലുള്ള ഡയബറ്റീസിന്റെ സ്ക്രീനിങ് എന്ന് പറഞ്ഞിട്ടായിരുന്നത്. അതായത് ചെറിയ കുട്ടികളിൽ 13 വയസ്സിന്റെയും 20 വയസ്സിന്റെയും ഇടയിലുള്ള കുട്ടികൾക്ക് ഡയബറ്റീസ് മെലിറ്റസ്, ഷുഗർ അധികം ക്രമാതീതമായി വർദ്ധിച്ചു വരുന്നു എന്നുള്ള ഒരു കണ്ടെത്തലായിരുന്നു അത്. അതിന്റെ ഭാഗമായിട്ടാണ് അങ്ങനെ ഒരു ഗൈഡ് ലൈൻസ് പുറത്തിറക്കിയത്. അത് ശരിക്കും ഒരു ഷോക്കിംഗ് ന്യൂസ് ആണ് ഞങ്ങളെ പോലത്തുള്ള ഡോക്ടേഴ്സിന്. കാരണം ഒരു 35 വയസ്സിന്റെയും 50 വയസ്സിന്റെയും ഇടയിലുണ്ടായിരുന്ന ഡയബറ്റീസ് പോലെയുള്ള ഒരു ലൈഫ് സ്റ്റൈൽ ഡിസീസ് കുട്ടികളിൽ വളരെ നേരത്തെ തന്നെ കണ്ടുവരുന്നതിനുള്ള വളരെ ദയനീയകരമായിട്ടുള്ള ഒരു പ്രശ്നം ഉണ്ട് എന്നുള്ളത് നമ്മളെ ഭീതിപ്പെടുത്തുന്നതാണ്. നമ്മുടെ ഇന്ത്യ ഓൾറെഡി ടൈപ്പ് 1 ഡയബറ്റീസിന്റെ കുട്ടികളിൽ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നതിന്റെ ഒരു ക്യാപിറ്റൽ എന്ന് തന്നെ പറയാം. പക്ഷെ അതിനെ കവച്ചു വെച്ചുകൊണ്ടാണ് ഇപ്പോൾ നേരത്തെ വരുന്ന ടൈപ്പ് 2 ഡയബറ്റീസ് കുട്ടികളിൽ കണ്ടുവരുന്നു എന്ന് പറയുന്നത്. അതിന് മെയിൻ ആയിട്ടുള്ള കാരണം നമ്മുടെ ഇന്നത്തെ ലൈഫ് സ്റ്റൈലാണ്. ജങ്ക് ഫ്രൂട്ട്സ്, ഷുഗറി ഡ്രിങ്ക്സ്, ഷുഗർ കണ്ടന്റ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ വളരെയധികം ക്രമാതീതമായി കൂടുകയും ഫിസിക്കൽ ആക്ടിവിറ്റി വളരെ കുറയുകയും ചെയ്യുന്ന ഒരു കണ്ടീഷൻ കൂടിയാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിനെ ഒരു കൺവേർഷൻ ചെയ്യാൻ നമ്മൾ ഓരോരുത്തരും നമ്മുടെ ഫാമിലിയെയും നമ്മളെ മക്കളെയും ഒക്കെ നമ്മളൊന്ന് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു റിയൽ തിങ്കിങ് ആയി ഒരു കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഒരു വേള രോഗമില്ലാതെ തന്നെ നമുക്ക് ജീവിക്കാൻ കഴിയുന്ന ഒരു അവസ്ഥ ഉണ്ടാവണം. ഇപ്പൊ ഈ അടുത്ത് എന്റെ ക്ലിനിക്കിൽ ഒരു അമ്മയും മോളും വന്നു. അമ്മയ്ക്ക് വയസ്സ് 40 ആണ്, കുട്ടിയുടെ വയസ്സ് 18 വയസ്സാണ്. രണ്ടുപേർക്കും ഉള്ളത് PCOD ആണ്. ഒരേ അസുഖം രണ്ടുപേർക്കും. PCOD എന്ന് പറഞ്ഞാൽ പോളിസിസ്റ്റിക് ഓവറിയൻ ഡിസീസ് എന്നാണ് ഇത് അറിയപ്പെടുന്നതെങ്കിലും ഇപ്പോൾ ഇത് വളരെ പുതിയ ഒരു നാമകരണം ചെയ്യപ്പെട്ടിട്ടുണ്ട്. പോളി എൻഡോക്രൈൻ മെറ്റബോളിക് സിൻഡ്രോം എന്ന് പറഞ്ഞിട്ട്, മെറ്റബോളിക് ഓവറിയൻ സിൻഡ്രോം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പേരിലേക്ക് കൺവേർട്ട് ചെയ്തു. കാരണം PCOD എന്ന് പറയുമ്പോൾ അത് വെറും സിസ്റ്റ് റിലേറ്റഡ് അസുഖമാണെന്ന് കരുതി എല്ലാവരും അതിനെ നെഗ്ലക്ട് ചെയ്തിരുന്നു. അപ്പോൾ അതിൽ നിന്ന് മാറിയിട്ട്
അതല്ല അത് നമ്മുടെ മെറ്റബോളിക് ഡിസോർഡറിനെയും കൂടി എഫക്ട് ചെയ്യുന്നുണ്ട് എന്ന് കാണിക്കുന്ന ഒരു കണ്ടീഷനിലേക്ക് മാറി വന്നു. കാരണം നമ്മുടെ ലൈഫ് സ്റ്റൈൽ അത്രയധികം ചേഞ്ച്, ഫിസിക്കൽ ആക്ടിവിറ്റി കുറയുകയും നമ്മുടെ ഇൻടേക്കുകൾ കൂടുകയും ചെയ്യുന്ന ഒരു കണ്ടീഷനിലേക്ക് ഇത് കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിനെ നമുക്ക് എങ്ങനെയൊക്കെ ഒന്ന് റെഗുലൈസ് ചെയ്യാം എന്നുള്ള കുറച്ച് പോയിന്റുകളാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത്. അപ്പൊ നമ്മൾ എപ്പോഴും കൃത്യമായിട്ട് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഹാബിറ്റ്, ഫുഡ് ഹാബിറ്റ് എന്നും ഹെൽത്തി ആണോ അല്ലയോ എന്നുള്ളത് നമ്മൾ രാത്രി വൈകുന്നേരം കിടക്കുന്ന സമയം കൊണ്ട് നമ്മളൊന്ന് മനസ്സിലാക്കി, അല്ലെങ്കിൽ നമ്മളൊന്ന് റിമൈൻഡ് ചെയ്യണം, ഇന്ന് കഴിച്ച ഫുഡ് എനിക്ക് ഹെൽത്തി ആയിരുന്നോ എന്നുള്ളത് നമ്മളൊന്ന് കറക്റ്റ് ചെയ്യണം. ചിലപ്പോൾ ചില ഫംഗ്ഷൻസോ കാര്യങ്ങളൊക്കെ വരുന്ന ദിവസങ്ങളിൽ ചിലപ്പോൾ നമ്മൾ അധികമായിട്ട് ഷുഗർ കണ്ടന്റുള്ള ഭക്ഷണം കഴിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ അധികം കാർബോഹൈഡ്രേറ്റ് ഫുഡ് കഴിച്ചിട്ടുണ്ടാവും, ഇതൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഒരു 2 ദിവസം നമ്മൾ എന്ത് ചെയ്യണം, ഫുഡിനെ ഒന്ന് റെഗുലൈസ് ചെയ്യണം. അതായത് നമ്മളുടെ എവറിഡേ ലൈഫ് സ്റ്റൈൽ വരുന്നത് ഹെൽത്തി ആണോ എന്നുള്ളതാണ് നമ്മൾ ഫസ്റ്റ് എപ്പോഴും ചിന്തിക്കണം. ഒരു ദിവസം നമ്മൾ രാത്രി കിടക്കുമ്പോൾ ഇന്നത്തെ എൻ്റെ ഡയറ്റ് എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത് നമ്മൾ ഫസ്റ്റ് ചിന്തിക്കണം. അതോടൊപ്പം തന്നെ നമ്മൾ എപ്പോഴും ഭക്ഷണം കഴിക്കുമ്പോൾ ഒരു 80 ഫുൾ എന്നുള്ള കൺസെപ്റ്റിൽ നമ്മൾ സ്റ്റോപ്പ് ചെയ്യണം. അതായത് ഭക്ഷണം നമുക്ക് ഒരു 80% ഫുള്ളായി എന്നുള്ള ഫീൽ നമ്മൾ കൊടുക്കുകയാണെങ്കിൽ, അങ്ങനെ ഒരു മൈൻഡ് സെറ്റിൽ നിർത്തുക. അതായത് ഒരു 20% കഴിച്ചാൽ മാത്രമാണ് എൻ്റെ വയറ് നിറഞ്ഞിട്ടുണ്ടെന്നുള്ള ഫീൽ നമുക്ക് കിട്ടുന്നുണ്ടെങ്കിൽ ആ ഒരു സ്റ്റേജിൽ വെച്ച് സ്റ്റോപ്പ് ചെയ്യണം. ഇപ്പൊ ഈ അടുത്ത് നമ്മുടെ CM മുഖ്യമന്ത്രി, പഴയ മുഖ്യമന്ത്രി അടുത്ത് വീട്ടിൽ പോയ സമയത്ത്, വിസിറ്റ് ചെയ്ത സമയത്ത് അദ്ദേഹം പറഞ്ഞൊരു പോയിന്റ് ഉണ്ട്. ഞാൻ ഒരു 20 വർഷമായിട്ട് ഒരേ വെയിറ്റ് ആണ്, ഞാൻ നല്ല ഭക്ഷണപ്രിയനാണ്, പക്ഷെ ഞാൻ ചെയ്യുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഭക്ഷണം കഴിച്ച് ഒരു പകുതി വയറാകുമ്പോൾ ഞാൻ ഭക്ഷണം സ്റ്റോപ്പ് ചെയ്യും. അതുകൊണ്ട് തന്നെ ഏത് ഇഷ്ടമുള്ള ഭക്ഷണവും എനിക്ക് കഴിക്കാം, പക്ഷെ ഞാനൊരു ലിമിറ്റ് എനിക്ക് വെച്ചിട്ടുണ്ട്. ഈ ലിമിറ്റ് വെക്കുന്നതാണ് നമ്മളെപ്പോഴും ശ്രദ്ധിക്കാതെ പോകുന്നത്. ഇഷ്ടമുള്ള ഭക്ഷണമാണെങ്കിൽ ഇഷ്ടമുള്ള അത്ര കഴിക്കുക എന്നുള്ള ഒരു ശീലം നമുക്ക് എല്ലാവർക്കും ഉണ്ട്. ഈ അടുത്ത് കുറച്ച് മുമ്പ് ഒരു ഇന്റർവ്യൂവിൽ മമ്മൂട്ടി പറയുന്നുണ്ടായിരുന്നു, ശ്രീനിവാസനും മമ്മൂട്ടിയുടെ ഒരു ഇന്റർവ്യൂ ആണ്, അതിനകത്ത് പറയുന്നുണ്ട് മരുന്ന് പോലെ ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ ഭക്ഷണം പോലെ മരുന്ന് കഴിക്കേണ്ടി വരും. അപ്പോൾ ഭക്ഷണമാണ് നമുക്ക് എല്ലാ പ്രശ്നങ്ങൾക്കും കാരണമാകുന്നത് എന്നുള്ളത് ഒരു ധ്വനി പൊതുവെ ധാരണ ഉണ്ട് എന്ന് മാത്രമല്ല, അത് സ്റ്റഡീസ് ഒക്കെ പറയുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ തീന്മേശകളിൽ കാണുന്ന കാർബോഹൈഡ്രേറ്റ്, അതായത് കഴിക്കുന്ന ഭക്ഷണത്തിൽ മേജർ കണ്ടന്റ് പറയുന്നത് കാർബോഹൈഡ്രേറ്റ് ആണ്. കാർബോഹൈഡ്രേറ്റ് അധികവും വെളുത്ത നിറത്തിലുള്ള പച്ചരി കൊണ്ടുണ്ടാകുന്ന ബ്രേക്ക്ഫാസ്റ്റ്, അതുപോലെ പുഴുങ്ങലരി പോലെ നമ്മളെ വൈറ്റ് റൈസ്, ഉണ്ട റൈസ് എന്നൊക്കെ പറയുന്നത്, മട്ട പോലുള്ള ഭംഗിയുള്ള റൈസ് കൊണ്ടുള്ള ചോറ്, അങ്ങനെ വെള്ള നിറത്തിലുള്ള ഭക്ഷണമായി നമ്മളെ തീന്മേശകൾ മാറിയിട്ടുണ്ട് പൊതുവെ. ഇപ്പോ ന്യൂ ജനറേഷൻ കുറെ ആളുകൾ ഷുഗർ കട്ട് എന്ന് പറയും, അതുപോലെ കാർബോഹൈഡ്രേറ്റിനെ കുറയ്ക്കുന്നു, പ്രോട്ടീൻ വർദ്ധിപ്പിക്കുന്ന ഡയറ്റിലേക്കൊക്കെ വരുന്നുണ്ട്. പക്ഷെ അതിനൊരു സ്ഥായിയായ രീതിയിലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്യുമ്പോൾ മാത്രമാണ് അത് നമുക്കൊരു ഹെൽത്തി വേയിലേക്ക് കൊണ്ടുവരാൻ കഴിയുക എന്നുള്ളതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. അതുപോലെ തന്നെ നമ്മൾ ഭക്ഷണത്തിൽ കഴിക്കുന്ന സമയത്ത് നമുക്ക് ഓവറായിട്ട് ടേസ്റ്റ് ഉള്ള, പ്രത്യേകിച്ച് മലയാളികളാകുമ്പോൾ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള 3-4 രുചികൾ എന്താണെന്ന് വെച്ചാൽ, ഒന്ന് സാൾട്ടി ടേസ്റ്റ്, അതോടൊപ്പം തന്നെ മധുരം, പിന്നെ എരിവ്. ഈ 3 കാര്യങ്ങളാണ് നമ്മൾ ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കുക അല്ലെങ്കിൽ ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഹോട്ടലിലൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മിനിമൽ മെനു ആയിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഇപ്പൊ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മെനു നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെരി പെരി അൽഫാം, ഡബിൾ പെരി പെരി അൽഫാം, സ്പൈസി അൽഫാം, അങ്ങനെയൊക്കെയുള്ള ചിക്കൻ്റെ ഒക്കെ വെറൈറ്റികൾ കംപ്ലീറ്റ് നമ്മൾ ഹെവി സ്പൈസസിന് ഇഷ്ടപ്പെടുന്ന ഒരു കണ്ടീഷനിൽ കൂടിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ പിന്നെ ഉപ്പിലിട്ട മാങ്ങ, അച്ചാർ പോലെയുള്ള സംഭവങ്ങൾ സാൾട്ടിനെസ്സിനെ നമുക്ക് വല്ലാതെ തേഴ്സ്റ്റ് ചെയ്യിപ്പിക്കുന്നതാണ് പറയപ്പെടുന്നത്. നമുക്ക് ഫുഡ് കുക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ അപ്പൊ എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉപ്പിന്റെ അളവ്, എരിവിന്റെ അളവ്, മധുരത്തിന്റെ അളവ് റെഡ്യൂസ് ചെയ്യുക. അത് കുറച്ച് കൊണ്ടുവരുന്ന കണ്ടീഷൻ വരികയാണെങ്കിൽ സ്വാഭാവികമായിട്ടും നമുക്ക് അതിനോടുള്ള ഒരു അഡിക്ഷൻ അല്ലെങ്കിൽ താല്പര്യം കുറയ്ക്കാൻ പറ്റും എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ അത് നമ്മുടെ ഫുഡിന് ടേസ്റ്റ് കുറക്കുക എന്നുള്ള പ്രശ്നം ഇല്ലാതാക്കുകയും അതോടൊപ്പം തന്നെ നമ്മുടെ ആ ഓവർ ടേസ്റ്റിനോടുള്ള ഒരു തേഴ്സ്റ്റിനെ കുറയ്ക്കാൻ സാധിക്കുകയും ചെയ്യും. പിന്നെ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ഫുഡിനെ എപ്പോഴും നല്ല ഒരു കളർഫുൾ പ്ലേറ്റ് ആക്കി മാറ്റുക എന്ന് പറയും. നമ്മളെ പ്രിൻസിപ്പൽ മീൽ, അതായത് ഉച്ചഭക്ഷണം നമ്മൾ കഴിക്കുന്ന സമയത്ത് അതിനകത്ത് നമ്മൾ എപ്പോഴും റൈസിനെ ഒരു ക്വാർട്ടർ പോർഷനിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് അതിൻ്റെ ഒരു 1/3 നമ്മൾ മാക്സിമം വെജിറ്റബിൾസ്, അതുപോലെ ഫ്രൂട്ട്സ്, സാലഡ്സ്, കുക്ക് ചെയ്തിട്ടുള്ള ഉപ്പേരി പോലെയുള്ള സംഭവങ്ങൾ ആഡ് ചെയ്യുക. അതോടൊപ്പം തന്നെ പ്രോട്ടീനിന് വേണ്ടിയിട്ട് നമുക്ക് ചിക്കൻ, എഗ് പോലെയുള്ള സംഭവങ്ങൾ, പാലക്ക് അല്ലെങ്കിൽ പനീർ പോലെയുള്ള സംഭവങ്ങളൊക്കെ നമ്മൾ ഫുഡിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു കളർഫുൾ പ്ലേറ്റ്, ആ പ്ലേറ്റ് കാണുമ്പോൾ അതിനകത്ത് നമുക്കൊരു താല്പര്യം ഫീൽ ചെയ്തിട്ട് അത് ആ ഒരു അപ്പിയറൻസ് ഉണ്ടാക്കുന്ന ഒരു ഇൻട്രസ്റ്റോട് കൂടിയായിരിക്കണം നമ്മൾ ഭക്ഷണം കഴിച്ചു തുടങ്ങും. അപ്പോൾ നമ്മുടെ പ്ലേറ്റ് കളർഫുൾ ആകുമ്പോഴാണ് നമുക്ക് വയറ് ഫുൾ ആവുക എന്നുള്ളൊരു ഫീൽ നമ്മുടെ ബ്രെയിൻ നമുക്ക് തരുന്ന ഒരു കണ്ടീഷനിലേക്ക് എത്തും. അതിൻ്റെ ഒരു പ്രത്യേകത വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ നമുക്ക് കാർബോഹൈഡ്രേറ്റ്സ് ഉണ്ടാവും. അപ്പോൾ ശരീരത്തിന് വേണ്ട എനർജി പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കപ്പാസിറ്റി അതോടൊപ്പം ലഭിക്കും. പ്രോട്ടീൻസ് വരുന്നതോടുകൂടി നമ്മുടെ പിന്നെ ശരീരത്തിന്റെ സ്റ്റാമിനയും സ്ട്രെങ്തിനെയും വർദ്ധിപ്പിക്കും. വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഉണ്ടാകുമ്പോൾ നമുക്ക് വൈറ്റമിൻസും മിനറൽസും ശരീരത്തിന് വേണ്ട എല്ലാ ഘടകങ്ങളും
ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു കളർഫുൾ ആയിട്ടുള്ള ഒരു പ്ലേറ്റിനെ നമുക്ക് കിട്ടുമ്പോൾ അതിൽ ഒരു പോസിറ്റീവ് എനർജിയോട് കൂടി ആ ഒരു ഡേ നമുക്ക് ഫിൽ ചെയ്യാൻ പറ്റും. അതോടൊപ്പം തന്നെ ചില സമയങ്ങൾക്കൊക്കെ നമുക്കൊരു ചെറിയൊരു മിനിമൽ ആയിട്ടുള്ള ഒരു ഹങ്കർ ഫീൽ ചിലപ്പോൾ ഉണ്ടാവും. ഇപ്പോൾ നമ്മൾ ഇതിൽ വർക്ക് ചെയ്യുകയോ ഒക്കെ ചെയ്യുന്ന സമയത്ത് ചെറിയൊരു വിശപ്പ്. അപ്പൊ ഒരു ചെറിയ സ്നാക്സ് കഴിക്കുന്ന ഒരു കണ്ടീഷനിലേക്ക് മാറുന്നതിന് പകരം നമ്മൾ എന്ത് ചെയ്യുക, ഒരു ഡിസെപ്റ്റീവ് ഹങ്കർ എന്നൊക്കെയാണ് പറയാം. ആ ഹങ്കർ ചിലപ്പോൾ നമുക്കൊരു റിയൽ ഹങ്കർ ആവില്ല, വിശന്നതായിരിക്കില്ല. അപ്പൊ നമ്മളൊരു ഗ്ലാസ് വെള്ളം കുടിക്കുകയോ അല്ലെങ്കിൽ ഒരു തിളപ്പിച്ചാറിയ വെള്ളം കുടിക്കുക, അല്ലെങ്കിൽ ഗ്രീൻ ടീ പോലെയുള്ള ഒരു ലൈറ്റ് ടീ, ലെമൺ ടീ, അങ്ങനെ എന്തെങ്കിലും ഒരു ഗ്ലാസ് കുടിക്കുക. അപ്പോൾ ചിലപ്പോൾ നമുക്ക് ആ വിശപ്പ് ഇല്ലാതെ പോകും. അപ്പൊ നമുക്കൊരു മെയിൻ കോഴ്സ് അല്ലെങ്കിൽ സ്നാക്സിനെ കട്ട് ഓഫ് ചെയ്യാൻ സാധിക്കാറുണ്ട്. ആ ഒരു ശീലം നമ്മൾ ഡയറ്റിൽ കൊണ്ടുവരുന്നത് കൃത്യമാക്കി കൊണ്ടുപോകണം. പിന്നെ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ ബാലൻസ്ഡ് ഡയറ്റ് എന്നുള്ള ഒരു ഫോർമുലേഷൻസ് നമുക്ക് ഒരു ദിവസം നമ്മൾ ഒരു നേരത്തെ ഭക്ഷണത്തിലെങ്കിലും ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം ബാലൻസ്ഡ് ഡയറ്റ് എന്ന് പറയുന്നത് നമ്മുടെ നിത്യജീവിതത്തിൽ ഇന്നത്തെ കാലത്ത് പ്രത്യേകിച്ചും വളരെ നിർബന്ധമാണ്. കാരണം എന്തിനാണ് എങ്ങനെയാണെന്ന് പറയുന്ന പോലെ അല്ല ജീവിതം. ഇപ്പോ ഇന്നലെ ഒക്കെ നമ്മൾ ടൗണിൽ ഇറങ്ങുമ്പോൾ ടൗണുകളിൽ ഷുഗറി കണ്ടന്റ്, അതുപോലെ ജങ്ക് ഫുഡ്സുള്ള ഷോപ്പുകളിലൊക്കെ ഭയങ്കര റഷാണ്. അതൊക്കെ അധികവും ടീനേജേഴ്സ് ആയിട്ടുള്ള കുട്ടികളാണ് അവിടെ ഉള്ളത്. അവര് കഴിക്കുന്ന ഫുഡിന്റെ ക്വാണ്ടിറ്റി എത്രയാന്ന് ചോദിച്ചാൽ അവരറിയുന്നില്ല. കാരണം എന്താ വെച്ചാൽ അവർ സ്ക്രീനിലാണ്, ഫോണിൽ അവര് ചാറ്റിങ്ങിലോ അല്ലെങ്കിൽ പിന്നെ സ്ക്രീനിൽ ഗെയിംസിലൊക്കെ സമയത്താണ് അത് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഇതിന്റെ ക്വാണ്ടിറ്റി മനസ്സിലല്ലോ. ഒന്ന് കഴിയുമ്പോൾ അവർക്ക് വീണ്ടും അത് ഫില്ലായില്ല, വയർ ഫില്ലായില്ല ഫീൽ വരുമ്പോഴേക്ക് അവർ അത് അടുത്തത് വാങ്ങുകയാണ്. അങ്ങനെ വയറ് നിറച്ചും പിന്നെ കുറച്ചും എന്ന് പറയുന്നത് ഞങ്ങൾ ഈ മലപ്പുറം ഭാഗത്ത് ആ ഒരു ഫീലിലാണ് കുട്ടികൾ അറിയാതെ കഴിക്കുകയാണ്. അത് ഹങ്കർ സെൻസോട് കൂടിയല്ല അവർ കഴിക്കുന്നത്. അവരാ ഒരു ടൈമിനെ എൻഗേജ് ചെയ്യിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കാര്യമാണ്. പഴയ കാലത്തൊക്കെ നമ്മൾ സൗഹൃദം പങ്കുവെക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ അങ്ങാടികളിലൊക്കെ വൈകുന്നേരം കുട്ടികൾ ഇരിക്കുന്നത്. അങ്ങനെയല്ല, ഇന്ന് അവർക്ക് ഇഷ്ടപ്പെട്ട ഫുഡ് ടേസ്റ്റ് ഒന്ന് എക്സ്പ്ലോർ ചെയ്യുക എന്നുള്ള ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് അവർ പുറത്തു വരുന്നത്. പക്ഷെ അതിൽ സങ്കടകരമായിട്ടുള്ള സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരറിയാതെ ഒരു രോഗത്തിനെ, ഒരു മെറ്റബോളിക് ഡിസീസിനെ അവർ നേരത്തെ ബോഡിയിലേക്ക് അക്സെപ്റ്റ് ചെയ്യണം. ഇപ്പോ കഴിഞ്ഞ ദിവസം വന്ന ഒരു കുട്ടിയുടെ സ്കാനിങ് പരിശോധിച്ചപ്പോൾ ഒരു 10 വയസ്സായ കുട്ടിയാണ്. അവന്റെ സ്കാനിങ് പരിശോധിക്കുമ്പോൾ അതിനകത്ത് ഗ്രേഡ് 1 ഫാറ്റ് ലിവർ ആണ്. ഓൾറെഡി ഗ്രേഡ് 1 ഫാറ്റ് ലിവർ ഉള്ള ഒരു കുട്ടിയുടെ കണ്ടീഷൻ എന്ന് പറയാം. അതാലോചിക്കും ഭയങ്കര സങ്കടമാണ്. കാരണം 11 വയസ്സെങ്ങാണ്ടാണ് അവന്റെ പ്രായം, എനിക്ക് ഞാൻ ഓർക്കുന്നത്. അപ്പോ അങ്ങനെ ആ ഒരു പ്രായത്തിൽ ഒരു കുട്ടി ഫാറ്റ് ലിവർ വരുമ്പോൾ അവനൊരു 15 വയസ്സെത്തുമ്പോഴേക്ക് അത് ഗ്രേഡ് 2 ഗ്രേഡ് 3യിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ അതിന്റെ കണ്ടീഷൻ വളരെ മോശമായിക്കൊണ്ടിരിക്കും. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആൽക്കഹോളിക് ഫാറ്റ് ലിവർ എന്നുള്ള കണ്ടീഷനാണ് കോമൺ ആയിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഈ അടുത്ത് ഒരു 10 വർഷത്തിനകത്താണ് നോൺ ആൽക്കഹോളിക് ഫാറ്റ് ലിവർ കണ്ടുവരുന്നത്. അതിന്റെ കാരണം നമ്മളുടെ ലൈഫ് സ്റ്റൈൽ ചേഞ്ച് ചെയ്തതും അമിതമായിട്ടുള്ള കാർബോഹൈഡ്രേറ്റിന്റെ അളവ് നമ്മുടെ ശരീരത്തിലേക്ക് എത്തുന്നതും ഒരു കാരണമാണ്. പഴയ കാലത്തൊക്കെ നമ്മൾ കർഷകരായിരുന്നു. അവര് കഴിച്ചിരുന്ന ഭക്ഷണം എന്നുള്ള നിലക്കാണ് നമ്മൾ ഈ 3 നേരത്തെ ഭക്ഷണം അല്ലെങ്കിൽ 4 നേരത്തെ ഭക്ഷണം എന്ന് പറയപ്പെടുന്നത്. അവര് ഡയറക്റ്റ് സൺലൈറ്റ് എക്സ്പോഷർ കൊണ്ട് വെയിലത്ത് അധ്വാനിച്ചിരുന്ന ആളുകൾ 3 നേരം കഴിച്ചിരുന്ന അരി ഭക്ഷണം എന്ന് പറയുന്നത് അത് പഴയ കാലത്തുള്ള ബ്രൗൺ റൈസ് ആയിരുന്നു. നമ്മൾ തന്നെ പാടത്ത് കുത്തി എടുത്ത് പിന്നെ പുഴുങ്ങി ഉണ്ടാക്കിയ അരിയായിരുന്നു. അതിനകത്ത് മിനറൽസ് ഉണ്ട്, 70ഓളം ആന്റി ഓക്സിഡൻസ് ഉണ്ട്, ഫാറ്റി ആസിഡ്സ് ഉണ്ട്, അങ്ങനെ ഒരുപാട് പോഷക ഗുണങ്ങളുള്ള അരിയായിരുന്നു അത്. ഇന്ന് നമ്മുടെ തീന്മേശയിൽ അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വൈറ്റ് റൈസ് ആയി. ഈ വൈറ്റ് റൈസിനെ പ്രത്യേകത എന്ന് വെച്ചാൽ കാണാൻ നല്ല ഭംഗിയായിരിക്കും. വൈറ്റ് റൈസ് ഓരോ തെറിച്ച് നിൽക്കുന്ന അരി കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉള്ള ഭക്ഷണമാണ്. പക്ഷെ അത് നമുക്ക് അമിതമായിട്ട് വരുമ്പോൾ കാർബോഹൈഡ്രേറ്റ് ലോഡ് കൂടും. ഇപ്പോൾ രാവിലെ നമ്മൾ കഴിക്കുന്ന കാർബോഹൈഡ്രേറ്റ് ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ആയിരിക്കും. അതോടൊപ്പം തന്നെ ഉച്ചയ്ക്ക് നമ്മൾ കഴിക്കുന്നതും മെയിൻ ഇൻഗ്രീഡിയന്റ് അല്ലെങ്കിൽ മെയിൻ പോർഷൻ എന്ന് പറയുന്നത് കാർബോഹൈഡ്രേറ്റ്. സൈഡിലായിരിക്കും ഞാൻ നേരത്തെ പറഞ്ഞ ഉപ്പേരികളോ അല്ലെങ്കിൽ വെജിറ്റബിൾസോ പ്രോട്ടീൻസോ ഒക്കെ വരുന്നത്. വൈകുന്നേരം നമ്മളൊരു എണ്ണക്കടിയും ചായയും കുടിക്കും. രാത്രി നമ്മൾ ചെറിയ ഭക്ഷണം വീട്ടിൽ നിന്ന് കഴിക്കും. ചിലപ്പോൾ ഫ്രണ്ട്സ് സർക്കിളിലൊക്കെ ഉള്ള ആളുകളാണെങ്കിൽ രാത്രി പുറത്തിറങ്ങിയിട്ട് എന്തെങ്കിലും പാർട്ടി ഉണ്ടായിട്ട് അങ്ങനെ കഴിക്കും. അപ്പൊ ഹെവി ഓഫ് മീൽസ് നമ്മൾ ഒരു ദിവസം കഴിച്ചാൽ ശരിക്കും ഒരു 5 ഡേയ്സിനൊക്കെയുള്ള ഫുഡ് നമ്മുടെ ശരീരത്തിലേക്ക് എത്തിക്കഴിഞ്ഞു. അതിന്റെ ഒരു ബൾക്ക്നെസ്സോട് കൂടി നമ്മൾ പിന്നെ ലേറ്റ് നൈറ്റ് കറക്കമൊക്കെ കഴിഞ്ഞിട്ടാണ് സ്ലീപ്പിലേക്ക് പോകുന്നത്. പിന്നെ നേരം വൈകിയാണ് നമ്മൾ എണീക്കുന്നത്. അപ്പോൾ ഒരു ഡേ പോകുന്നത് തന്നെ ഒരിക്കലും ഹെൽത്തി അല്ലാത്തൊരു കണ്ടീഷനിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് നമ്മളെ എങ്ങനെയൊക്കെയോ നമ്മൾ ഹെൽത്തിനെ കുറിച്ച് അവയർനെസ് ആണെങ്കിലും ഹെൽത്തിനെ കുറിച്ച് നമ്മൾ കെയർ ചെയ്യുന്നുണ്ടെങ്കിൽ കൂടി നമുക്ക് അറിയാതെ ഒരു അൺഹെൽത്തി സ്റ്റേജിലേക്ക് അല്ലെങ്കിൽ നമ്മളെ ലൈഫിൽ നമ്മൾ സമ്പാദിച്ചതൊക്കെ നമുക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി എക്സ്പെൻസ് ആവുന്ന ഒരു അവസ്ഥയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവരും രോഗം വരാതിരിക്കാൻ
ശ്രമിക്കുകയും അതിനെ കെയർ ചെയ്യുകയൊക്കെ ചെയ്യുന്ന ആളുകളാണ് എന്ന് യാതൊരു സംശയമില്ല. രോഗം വരുന്ന എല്ലാവർക്കും ഭയമാണ്. രോഗം വരാതിരിക്കാൻ വേണ്ടി രോഗത്തിനെ പേടിച്ച് ജീവിക്കുന്ന ഒരുപാട് ആളുകൾ ഉണ്ട്. അതായത് ആ രോഗം എനിക്ക് വരുമോ എന്നുള്ള അമിത ഭയം. അപ്പോൾ ഇതില് ഒരുപാട് സൈക്കോളജിസ്റ്റൊക്കെ ഉണ്ടാവും, അവർക്ക് അറിയാലോ നമ്മൾ എന്താണോ ഭയപ്പെടുന്നത് അത് നമുക്ക് വരുമെന്നാണ് പറയപ്പെടുന്നത്. അപ്പോ രോഗത്തിന് അമിതമായി ഭയപ്പെടാതിരിക്കുക. അപ്പോൾ ചില ആളുകൾ പറയാറുണ്ട് എന്റെ പാരന്റ്സിന് ഡയബറ്റിക് ഉണ്ട്, അല്ലെങ്കിൽ കാർഡിയാക് ഹിസ്റ്ററി ഫാമിലി ഉണ്ട്, ക്യാൻസർ ഹിസ്റ്ററി ഫാമിലി ഉണ്ട്, അങ്ങനെ പറയുന്നത്. ചിലതൊക്കെ നമുക്ക് പിന്നെ മെറ്റബോളിക് ഡിസീസുകൾ നമുക്ക് ഫാമിലി ഹെറിറ്ററി ആയിട്ട് വരാൻ ചാൻസസ് ഉണ്ടെങ്കിൽ കൂടിയും നമ്മൾ മെന്റലി അക്സെപ്റ്റ് ചെയ്യുന്നത് സ്വാഭാവികമായിട്ടും അത് വരാനുള്ള ഒരു സാധ്യത നമുക്ക് വർദ്ധിപ്പിക്കും. അത് ഉണ്ട് എന്നുള്ള പ്രതീക്ഷിക്കുക. ഞാൻ തമാശക്ക് പേഷ്യൻസോട് പറയാറുണ്ട്, നിങ്ങൾ നിങ്ങളുടെ പാരന്റ്സിന്റെ ഒക്കെ നല്ല സ്വഭാവങ്ങൾ വാങ്ങിക്കോളൂ, പക്ഷെ ഒരിക്കലും അവർ രോഗങ്ങൾ ഉണ്ടാവും. അവർ ചിലപ്പോൾ പറയും എന്റെ എല്ലാ ദേഷ്യവും കിട്ടി, എന്റെ എല്ലാ മോശവും ഇവർക്ക് കിട്ടി എന്നൊക്കെ ചിലപ്പോൾ പാരന്റ്സ് തമാശയായിട്ട് പറയാറുണ്ട്. പക്ഷെ അതിന്റെ സങ്കടകരമായിട്ടുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു നെഗറ്റീവിനെയാണ് നമ്മൾ അക്സെപ്റ്റ് ചെയ്യുക. അറിയാതെ നമ്മൾ ആ രോഗത്തിനെ അക്സെപ്റ്റ് ചെയ്യും. അതോടൊപ്പം തന്നെ ഈ എഡ്യൂക്കേഷൻ കൂടിയ ആളുകൾക്ക് ഇപ്പോ നമുക്ക് പിന്നെ നോളജ് കിട്ടാൻ പ്രയാസങ്ങളില്ല. അപ്പൊ ChatGPT പോലെയുള്ള സംഭവങ്ങളൊക്കെ ഇപ്പൊ നമ്മൾ ചോദിക്കുന്നതിന് മുമ്പേ എന്താ പറയാ വേണ്ടതിനപ്പുറത്തേക്കുള്ള നോളജ് തരും. ഇപ്പോൾ പല പേഷ്യൻസും വരുമ്പോൾ പറയും ഡോക്ടറെ ChatGPT ഇങ്ങനെയാണല്ലോ ഇതിനെ പറ്റി പറയുന്നത്, ChatGPT ഇതാണല്ലോ ഇതിനെ പറ്റി പറയുന്നത് എന്ന് പറയാറുണ്ട്. അപ്പോ ChatGPT പറയുന്നത് ചിലപ്പോൾ ഒരു മെഡിക്കൽ പ്രൊഫഷണലിനേക്കാൾ എക്സ്പെർട്ടൈസ് ചെയ്തിട്ട് പറയും. അപ്പൊ രോഗിക്ക് രോഗത്തിനേക്കാൾ രോഗിക്ക് ഡോക്ടറെക്കാൾ വിവരമുള്ള ഒരു കാലഘട്ടത്തിൽ കൂടിയാണ് ഞങ്ങൾ കടന്നുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മളൊക്കെ കൂടുതൽ എന്താ പറയാ പ്രിപ്പയർഡ് ആയിട്ട് ഇരുന്നാൽ മാത്രമേ ഇന്ന് രോഗികളെ നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ChatGPTയോട് ചോദിക്കാനും എല്ലാ കാര്യങ്ങളും നമ്മൾ വളരെ പക്കയാണ്. പക്ഷെ നമ്മളെ ഒന്ന് അലൈൻ ചെയ്യാൻ, നമ്മളെ ഒന്ന് ക്രമപ്പെടുത്താൻ നമ്മളെപ്പോഴും ശ്രദ്ധിക്കാതെ പോകും. അതാണ് എപ്പോഴും സംഭവിക്കുന്നത്. കാരണം നമുക്കൊന്നും വരില്ല എന്നുള്ളതാണ് നമുക്ക് അമിതമായ ഒരു ആത്മവിശ്വാസം. മറ്റു പലർക്കും വരുമ്പോൾ അത് ആശ്വസിപ്പിക്കാനും കാര്യങ്ങൾക്കും ഒക്കെ നമ്മൾ പോകുമ്പോഴും ഉള്ളിന്റെ ഉള്ളിൽ നമ്മൾ ആശ്വസിക്കുന്നത് എന്താണ്, ഇത് നമുക്ക് വന്നിട്ടില്ലല്ലോ, നമ്മളതല്ലല്ലോ എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കാറുള്ളത്. പക്ഷേ മെല്ലെ മെല്ലെ ഈ ജീവിതശൈലി രോഗം ഒരു വീട്ടിൽ 2-3 ആളുകൾക്ക് വരുന്ന ഒരു കണ്ടീഷനിലേക്ക് മാറുകയാണ്. കാരണം കുട്ടികളിലെ ഡയബറ്റീസിനെ പറ്റി ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അതിന്റെ കാരണം ഇപ്പൊ ഈ പറഞ്ഞ പോലെ ജങ്ക് ഫുഡ്സും ഷുഗർ കണ്ടന്റുള്ള ഭക്ഷണ ഐറ്റംസ് ഒക്കെയാണെന്ന് പറഞ്ഞു. അതോടൊപ്പം തന്നെ അമിതമായിട്ടുള്ള ഒരു പ്രശ്നം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ സ്ക്രീൻ ടൈം വളരെയധികം കൂടുതലാണ്. 2 മാസം വെക്കേഷൻ ആയിരുന്നു. ഈ 2 മാസം വെക്കേഷൻ ആയപ്പോൾ എന്റെ ഒരു സുഹൃത്തായിട്ടുള്ള ഓർത്തോപീഡിഷ്യൻ പറഞ്ഞു, പഴയ കുറച്ചു മുമ്പ് ഒരു ഏജിലായി സീനിയർ ആയ പറഞ്ഞതെന്ന് വെച്ചാൽ പഴയ കാലത്ത് കുട്ടികളൊക്കെ വീണിട്ട് ഉള്ള ഇഞ്ചുറീസ് ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. അതായത് കൈ ഒടിഞ്ഞിട്ടും കാലിളകിയിട്ടും ഒക്കെ ഉള്ള ഇഞ്ചുറീസ് വളരെയധികം കൂടുതലായിരുന്നു വെക്കേഷൻ ആയി കഴിഞ്ഞാൽ. വെക്കേഷൻ ആയാൽ നമുക്ക് മനസ്സിലാവും അത് കുട്ടി വീണതായിരിക്കും, മരത്തിന്റെ മുകളിലോ ഓടി കളിച്ചപ്പോഴൊക്കെ വീണതായിരിക്കും. ആ ഒരു കണ്ടീഷൻ ഇപ്പോ വളരെ കുറവാണ്. കാരണം എന്താ വെച്ചാൽ കുട്ടികൾ വികൃതി കാണിക്കുക, അവരെന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കുമ്പോഴേക്ക് പാരന്റ്സ് ഫോൺ കൈ കൊടുക്കുന്നു. അതോടുകൂടി ആ ഒരു ഡേ കുട്ടിയുടെ സ്റ്റക്കായി പോയി. ഇപ്പൊ ചില മക്കളോടൊക്കെ വരുമ്പോൾ നമ്മൾ ചോദിക്കും വെക്കേഷൻ ആയിട്ട് എന്താ ചെയ്യുക, ഫോണില്ലേ, അത് മതിയല്ലോ, ഫോണിൽ ഗെയിംസ് ഉണ്ടല്ലോ. ഈ ഒരു ചിന്തയാണ് കുട്ടികൾക്ക്. അപ്പോ ഫിസിക്കൽ ആക്ടിവിറ്റി എന്നുള്ളത് പറ്റെ കുറഞ്ഞത് വളരെയധികം നമ്മുടെ ശരീരത്തിൽ ഫാറ്റ് ഡെപ്പോസിഷൻസ് കൂടാനും നമ്മുടെ ആന്തരിക പ്രവർത്തനങ്ങൾ സ്ലോ ചെയ്യാനും ഇത് മെറ്റബോളിക് ഡിസീസിലേക്ക് മാറുന്നു എന്നുള്ളതാണ്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞില്ല, ഒരു അമ്മയും മോളും വന്നു. 18 വയസ്സിലുള്ള മോൾക്കുള്ള സെയിം കണ്ടീഷൻ തന്നെയാണ് 40 വയസ്സുള്ള അമ്മയ്ക്ക് ഉള്ളത്. ഈ അവസ്ഥ ഉണ്ടാവും. രണ്ടുപേരും നമ്മൾ ട്രീറ്റ്മെന്റ് ചെയ്യേണ്ട അവസ്ഥയിലേക്ക് പോവാണ്. എന്നാൽ രോഗമാണോ എന്ന് ചോദിച്ചാൽ രോഗമല്ല. യഥാർത്ഥത്തിൽ അവർക്ക് എന്താണ്, ഒരു ലൈഫ് സ്റ്റൈൽ ഡിസീസാണ്, ലൈഫ് സ്റ്റൈൽ കണ്ടീഷനാണ്, ഡിസോർഡർ ആണ് അവർക്കുള്ളത്. അപ്പൊ നമ്മളൊക്കെ അറിയാതെ ഇങ്ങനെ ഒരു ലൈഫ് സ്റ്റൈൽ പാറ്റേണിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. പൊതുവെ ആളുകൾ പറയും ഡോക്ടർമാർ പേടിപ്പിക്കുന്ന ആൾക്കാരാണ്. ചില സമയങ്ങളിൽ നിങ്ങളെ അല്ലെങ്കിൽ നമ്മളെ പേടിപ്പിച്ചാൽ മാത്രമാണ് നമ്മൾ ക്രമപ്പെടുകയുള്ളൂ. ഒരുപാട് നമ്മൾ ഈസിയാക്കി കളയുമ്പോൾ അത് നമുക്കൊരു എന്താ പറയാ മനസ്സിനെ എളുപ്പപ്പെടുത്തും. അത് കുഴപ്പമില്ല. ഇപ്പോ ആളുകൾ പറയാറുണ്ട് 40 ആയിട്ട് ശ്രദ്ധിച്ചാൽ മതി, ഷുഗറൊക്കെ 40 ആയിട്ട് ശ്രദ്ധിച്ചാൽ മതിയല്ലോ, കുറച്ചാൽ മതിയല്ലോ, കുഴപ്പമില്ല, കൊഴുപ്പൊക്കെ എന്താ പറയാ കൊളസ്ട്രോൾ നമുക്ക് അങ്ങനെ വരില്ല എന്നൊക്കെ പറയാറുണ്ട്. പിന്നെ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് ഹാബിറ്റ്സിൽ നമ്മൾ കറക്റ്റ് ശ്രദ്ധിക്കണം എന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മളെ ഒരു ദിവസം രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആവട്ടെ, ഉച്ചഭക്ഷണമാവട്ടെ, രാത്രി ഭക്ഷണമാവട്ടെ, ഇതൊന്നും നമ്മൾ കൃത്യമായി ബാലൻസ്ഡ് ഡയറ്റ് ആണോ കഴിച്ചത് എന്നുള്ള ഒരു സ്കോർ ഷീറ്റ് നമ്മൾ കണ്ടെത്തുക. ഈ സ്കോർ ഷീറ്റിൽ നമ്മൾ അടയാളപ്പെടുത്തും ഇന്നത്തെ കഴിച്ചു. അപ്പൊ ഇന്ന് നമുക്ക് കുറച്ച് ഹെവി ആയിട്ടുള്ള ഫുഡ് കഴിച്ച ദിവസമാണെങ്കിൽ 2 ദിവസം നമ്മൾ എന്ത് ചെയ്യുക, ഫുഡിൽ ഒന്ന് കോംപ്രമൈസ് ചെയ്യാം. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ ഒരിക്കലും സ്കിപ്പ് ചെയ്യാനേ പാടില്ല. കാരണം എന്താ വെച്ചാൽ അത് നമ്മളൊരു അന്നത്തെ ഒരു എനർജി ബൂസ്റ്ററാണ്. ഇപ്പൊ ഒരു ഫസ്റ്റ് ഡേ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാനുള്ള ഒരു പ്രധാനപ്പെട്ട എനർജി ബൂസ്റ്റർ തന്നെയാണ് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പൊ അത് കൃത്യമായിട്ട് നമ്മൾ സ്കിപ്പ് ചെയ്യാതിരിക്കുകയും ഒരു ദിവസം നമ്മൾ ഒരു 1.5 മുതൽ 2 ലിറ്റർ വരെ ആവറേജ് വെള്ളം കുടിക്കുക. നമ്മൾ ഹൈഡ്രേറ്റഡ് ആയിരിക്കണം.
ഈ ഹൈഡ്രേറ്റഡ് ആവുന്നതോട് കൂടി നമ്മുടെ ശരീരത്തിലേക്കുള്ള സർക്കുലേഷനും നമുക്ക് ആവശ്യമായിട്ടുള്ള മിനറൽ ആയിട്ടുള്ള ഡെഫിഷ്യൻസി ബോഡി പരമാവധി കുറയ്ക്കും. അപ്പോൾ വെള്ളത്തിന്റെ കുറവ് പൊതുവെ നമുക്ക് കുറയാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് വർക്ക് ചെയ്യുന്ന ആളുകൾ നമ്മുടെ ടേബിളിന്റെ മുന്നിൽ ഒരു ബോട്ടിൽ വെള്ളം വെക്കുക. അത് നമ്മൾ വെള്ളം കുടിക്കാൻ ടെൻഡൻസി കൂട്ടും. വീട്ടിൽ ഹൗസ് മെയ്ഡ് ആയിട്ടുള്ള ലേഡീസ് ആണെങ്കിൽ അവരെന്ത് ചെയ്യണം, അവർ പിന്നെ ഒരു ബോട്ടിൽ വെള്ളം ഇതേപോലെ തന്നെ ഫില്ല് ചെയ്ത് വെക്കണം. എന്നിട്ടൊരു ഉച്ചയാകുമ്പോഴേക്കോ അല്ലെങ്കിൽ ഒരു വൈകുന്നേരം ആകുമ്പോഴേക്കും നമുക്ക് ഫില്ല് ചെയ്യുമെന്നൊരു കുടിച്ചു തീർക്കുമെന്നുള്ളൊരു മൈൻഡ് സെറ്റ് നമ്മൾ സെറ്റ് ചെയ്ത് വെക്കണം. അതോടൊപ്പം തന്നെ വെജിറ്റബിൾസും ഫ്രൂട്ട്സും മിനിമലി, അത് നമ്മൾ പിന്നെ ഒരുപാട് എക്സ്പെൻസീവ് ആയിട്ടുള്ള ഫ്രൂട്ട്സിലേക്ക് പോകരുത്. സീസണബിൾ ആയിട്ട് അവൈലബിൾ ആയിട്ടുള്ള ഫ്രൂട്ട്സ് ആണ് എപ്പോഴും പ്രിഫർ ചെയ്യാനുള്ളത്. ഷുഗർ പേഷ്യൻസ് മധുരം കൂടിയിട്ടുള്ള പഴങ്ങൾ ഒഴിവാക്കുന്നത് നല്ലതാണ്. അതോടൊപ്പം ഇപ്പോ ഈ സീഡ്സ്, നട്ട്സ് ഒക്കെ ഒരു ട്രെൻഡിയാണ്. ഇപ്പോൾ ഹെൽത്തി ബോൾസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഈത്തപ്പഴം ബേസ് ചെയ്തിട്ടുള്ള സീഡ്സും നട്ട്സും ഒക്കെ ഉള്ള ബോളുകൾ നമ്മൾ ഉണ്ടാക്കി കഴിക്കുന്നതൊക്കെ ഇപ്പോൾ ഒരു ട്രെൻഡിങ് ആയിട്ടുള്ള സംഭവമാണ്. ഇത് പിന്നെ യൂസ്ഡ് ആയിട്ട് കഴിക്കുന്നതിന് പകരം നമ്മൾ ആൾട്ടർനേറ്റ് ഡേയ്സിലൊക്കെ കഴിക്കാം. ഞാൻ ഇപ്പോൾ കുറേ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ഭക്ഷണം കഴിക്കുന്നത് പ്രശ്നമാണെന്നും ഭക്ഷണം കഴിച്ചതിനെ കൊണ്ട് നമുക്ക് പ്രോബ്ലംസ് ഉണ്ടാവും എന്നുള്ളൊരു ഒരു ടെംപ്റ്റേഷൻ അല്ല ഉദ്ദേശിക്കുന്നത്. റിമൈൻഡർ ആണ്. നമ്മൾ നമ്മളെ ഭക്ഷണത്തിനെ ക്രമപ്പെടുത്തുന്നത് നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള ലൈഫിന് കൃത്യമായിട്ട് നിർബന്ധമായും നമ്മളെ ലൈഫിനെ ക്രമപ്പെടുത്തൽ ഉണ്ടായാൽ മാത്രമാണ് എന്ത് ചെയ്യാൻ പറ്റുക, നമുക്ക് ഹെൽത്തി ആയിട്ട് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. അതല്ലെങ്കിൽ അറിയാതെ നമ്മളൊരു മെറ്റബോളിക് ഡിസോർഡറിന്റെ ഒരു വാഹകരായിട്ട് മാറും എന്നുള്ള സങ്കടകരമായിട്ടുള്ളൊരു കാര്യമുണ്ട്. നമ്മൾ ജങ്ക് ഫുഡ്സിനെ പരമാവധി അവോയ്ഡ് ചെയ്യാൻ ശ്രദ്ധിക്കണം. അതോടൊപ്പം തന്നെ കുട്ടികളെ നമ്മൾ പരമാവധി പ്രോത്സാഹിപ്പിക്കരുത്. ഇത് പറയുമ്പോൾ നമ്മൾ ഓൾഡ് ജനറേഷൻ തന്തവൈബ് എന്നൊക്കെ ആളുകൾ കുട്ടികൾ പറഞ്ഞ് ചിലപ്പോൾ കളിയാക്കുന്നു, നിങ്ങൾക്ക് എപ്പോഴും ഇങ്ങനെയാണ്, നിങ്ങൾ ഇങ്ങനെയാണ് എന്നൊക്കെ പറയാറുണ്ട്. പക്ഷെ ഇതിന്റെ ഒരു അപകടാവസ്ഥ പറഞ്ഞാൽ ഇന്നത്തെ ജെൻസി മക്കൾക്കാണ് ഏറ്റവും കൂടുതൽ മനസ്സിലാവുക. കാരണം നമ്മൾ ജിമ്മിലൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ അവരാണ് പ്രോട്ടീൻസും ഒക്കെ അടിച്ചിട്ടാണ് അവർ പിന്നെ ജിമ്മൊക്കെ വരുന്നത്. അതിന്റെയൊക്കെ ഒരു ദൂഷ്യഫലങ്ങൾ മറ്റു വശത്തുണ്ടെങ്കിലും അവർ കുറച്ചുകൂടി കോഷ്യസ് ആണ്. അതുപോലെ ചില മക്കളൊക്കെ എന്താ വെച്ചാൽ ഇപ്പോഴേ ഷുഗർ കട്ടും കാർബോഹൈഡ്രേറ്റും ഒക്കെ കട്ട് ചെയ്തിട്ട് പോയി പ്രോട്ടീൻ ഹെവി ആയിട്ട് അടിച്ച് അങ്ങനെയൊക്കെ പോകുന്നുണ്ട്. പക്ഷെ ഞാൻ എപ്പോഴും പറയാറുള്ളത് വെച്ചാൽ ബാലൻസ്ഡ് ഡയറ്റ് ആയിരിക്കണം. നമുക്ക് കാർബോഹൈഡ്രേറ്റ് വേണം, പ്രോട്ടീൻ വേണം, അതോടൊപ്പം തന്നെ പിന്നെ മിനറൽസും വൈറ്റമിൻസും വേണം. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ പ്ലേറ്റിനെ നമ്മളെപ്പോഴും കളർ ചെയ്തിട്ടുള്ള പ്ലേറ്റ് യൂസ് ചെയ്യുക. ഈ കളറിംഗ് പ്ലേറ്റ് ആകുമ്പോൾ നമ്മൾ ഒരു നല്ലൊരു പോസിറ്റീവ് വൈബ് അതിൽ നിന്ന് ഉണ്ടായിട്ടുണ്ടെന്ന് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ നമ്മള് ഇപ്പോൾ അധികം ആൾക്കാർ നമ്മളോട് പറയാറുള്ളത്, ഇപ്പോൾ തടി കൂടിയ ആൾക്കാർ എപ്പോഴും ചോദിക്കും, നീ പിന്നെയും കൂടിയോ എന്ന് ചോദിക്കും. ഇപ്പൊ ഞാൻ മെലിഞ്ഞ ഒരാളാണ്, എന്നെ കാണുമ്പോൾ എല്ലാവരും ചോദിക്കും നീ പറ്റേ മെലിഞ്ഞു പോയല്ലോ. പക്ഷെ ഞാൻ 63 കിലോ ഉള്ള ആളാണ്. എന്നാലും മെലിഞ്ഞ ആളുകൾ ചോദിക്കുന്ന ടെൻഡൻസി അതാണ്. തടിച്ച ആളുകൾ എപ്പോഴും ഫീൽ ചെയ്യുന്ന ഒരു പ്രശ്നം അതാണ്. ഒരു മെന്റലിയും ഫിസിക്കലിയും തടിച്ചുകൊണ്ട് ആ ഒരു ടെൻഡൻസി അവർക്ക് ഉള്ളിടത്തോളം കാലം അവർ ഒബേസിറ്റി ശരീരത്തിൽ വിട്ടുപോകാറില്ല. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ ഫുഡ് കഴിക്കുന്നത് കൃത്യമായി ഒരു പ്രോപ്പർ ടൈമിലായിരിക്കണം. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആവട്ടെ, ഉച്ചഭക്ഷണം ആവട്ടെ, രാത്രി ഭക്ഷണം രാത്രി ഭക്ഷണം പരമാവധി നേരത്തെ കഴിക്കുക. ഒരു 7 മണി ഒക്കെ ആവുന്ന സമയത്ത് നമ്മൾ കഴിക്കുക. നമ്മൾ കഴിച്ച ഭക്ഷണം ഒരു 2 മണിക്കൂറെങ്കിലും ആയിട്ടാണ് നമ്മൾ കിടക്കാം. ഭക്ഷണം കഴിച്ച് 2 മണിക്കൂർ കഴിഞ്ഞിട്ട് വേണം നമ്മൾ കിടക്കാൻ. നമ്മുടെ ലൈഫിൽ ഹെൽത്തി ലൈഫ് സ്റ്റൈൽ ഫുഡിലേക്ക് പോകുന്ന പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവമാണ് എക്സസൈസ്. എക്സസൈസ് നമ്മൾ ഒരു മോർണിംഗിൽ ഇപ്പോൾ രാവിലെ മെഡിറ്റേഷൻ ഒക്കെ കഴിഞ്ഞ് ഒരു 1/2 അവർ അല്ലെങ്കിൽ ഒരു 20 മിനിറ്റ്സ് വീട്ടിൽ വെച്ചിട്ടോ ഒന്ന് ഒരു ചെറിയ മിനിമൽ എക്സസൈസോ അല്ലെങ്കിൽ ഒരു മോർണിംഗ് വാക്കിന്റെ കൂടെ നമ്മൾ എക്സസൈസ് കൊടുക്കണം. എന്നാണ് നമുക്ക് അത് കംപ്ലീറ്റ് എക്സസൈസ് ആയിട്ട് മാറുകയുള്ളൂ. ആ ഒരു ശീലം നമ്മൾ ലൈഫിൽ ക്രമപ്പെടുത്തണം. അങ്ങനെയുള്ള ഒരു കണ്ടീഷനിലേക്ക് നമ്മളെ ലൈഫിനെ പാറ്റർനൈസ് ചെയ്യാം. രാവിലത്തെ നല്ലൊരു ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക. ഉച്ചയ്ക്ക് മിനിമൽ കാർബോഹൈഡ്രേറ്റ് ആയിട്ട് പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഒരു മൾട്ടി കളർ പ്ലേറ്റ് നമ്മൾ യൂസ് ചെയ്യുക. ഈവനിങ്ങിൽ നമ്മൾ എന്തെങ്കിലും ഷുഗർ കണ്ടന്റ് കുറഞ്ഞിട്ടുള്ള രീതിയിലുള്ള എന്തെങ്കിലും തിങ്സ് വേണമെങ്കിൽ ഉപയോഗിക്കുക, ഒഴിവാക്കണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം, കുഴപ്പമില്ല. രാത്രി നേരത്തെ മിനിമൽ ഭക്ഷണം കഴിച്ച് നമ്മൾ ഹെൽത്തി ആയിട്ട് പോവുകയും ജങ്ക് ഫുഡ് അതുപോലെ ഷുഗർ കണ്ടിട്ടുള്ള ഭക്ഷണങ്ങൾ പരമാവധി അവോയ്ഡ് ചെയ്യുകയും ചെയ്യുന്നത് നമ്മളെ ലൈഫിന്റെ ഒരു പാറ്റേണിനെ തന്നെ ചേഞ്ച് ചെയ്യാൻ പറ്റും. ഇന്ന് മുതൽ നമ്മുടെ ലൈഫ് സ്റ്റൈൽ ഇങ്ങനെയാണെങ്കിൽ ആ ഭക്ഷണത്തിനെ നമ്മൾ ഇഷ്ടപ്പെട്ട് മുന്നോട്ട് പോകാം. ഇപ്പൊ ഷുഗർ കൂടുതലുള്ള പേഷ്യൻസ് പറയും മാങ്ങയുടെ സീസണാണ്, എന്താ ചെയ്യുക, 1-2 മാങ്ങയൊക്കെ വേണമെങ്കിൽ കഴിക്കാം. പക്ഷെ അത് വീട്ടിലൊക്കെ ഉണ്ടാകുന്ന മാങ്ങയാണ്, കേടൊന്നുമില്ല എന്ന് പറഞ്ഞ് അമിതമായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഷുഗറിന് താളത്തിന് തെറ്റിപ്പോകും. അപ്പോൾ അത് പിന്നെ അടുത്ത കോംപ്ലിക്കേഷൻസിലേക്ക് മാറും. ഷുഗർ തുടങ്ങിക്കഴിഞ്ഞ് 5 വർഷം 10 വർഷമൊക്കെ ഉണ്ടായിരുന്ന ഈ ന്യൂറോപ്പതി പോലെയുള്ള കണ്ടീഷനൊക്കെ, ഞരമ്പുകളെ ബാധിക്കുന്ന കണ്ടീഷനൊക്കെ ഷുഗർ തുടങ്ങി 1 വർഷം 2 വർഷം കൊണ്ടൊക്കെ തന്നെ പേഷ്യൻസിൽ കണ്ടുവരികയാണ്. അപ്പൊ എന്താ വെച്ചാൽ രോഗത്തിനെ
പഴയ പോലെ പ്രതിരോധിക്കാനുള്ള കപ്പാസിറ്റി നമ്മുടെ ശരീരത്തിന് ഇല്ല. വൈറ്റമിൻ D3 ഒക്കെ ഏറ്റവും കൂടുതൽ ഡെഫിഷ്യന്റ് ആയിട്ട് നമ്മുടെ നാട്ടിലാണ് കണ്ടുവരുന്നത്. ഏത് പേഷ്യന്റ് വരുമ്പോഴും മൂഡ് സ്വിങ്സും മുടി കൊഴിച്ചിലും പോലെയുള്ള പ്രശ്നങ്ങളൊക്കെ നിത്യസംഭവമായിട്ട് വരുമ്പോൾ നമ്മൾ അവർ പറഞ്ഞാലും ഇല്ലെങ്കിലും ഒരു വൈറ്റമിൻ D3 സപ്ലിമെന്റ് ചിലപ്പോൾ കൊടുക്കേണ്ട അവസ്ഥ വരികയാണ്. അപ്പോൾ അത് ഓട്ടോമാറ്റിക്കലി അവരുടെ പ്രോബ്ലംസ് കൺവേർട്ട് ചെയ്യപ്പെടും. ഡയറ്റ് എന്ന് പറയുന്നത് നമുക്ക് നിർബന്ധമുള്ളതാണ്. പിന്നെ ഞാൻ പറയുന്നത് എന്ന് വെച്ചാൽ നമ്മൾ സ്ഥിരമായിട്ട് ഒരേ ടൈപ്പ് ഫുഡ് കഴിക്കരുത്. ഫുഡിനെ എപ്പോഴും നമ്മൾ ഡിഫറെന്റ് വെറൈറ്റി ആയിട്ട് മിക്സ് ചെയ്ത് കഴിക്കണം. കാരണം ഒരേ ഫുഡ് ചിലപ്പോൾ നമ്മുടെ ബോഡിക്ക് ടോക്സിൻസ് ആയിട്ട് മാറുന്നുണ്ട്. ഇപ്പൊ നമ്മൾ പറയുന്ന പോലെ തന്നെ കാർബോഹൈഡ്രേറ്റ് ആണ്, പണ്ടൊക്കെ കൊഴുപ്പാണ് നമുക്ക് ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാക്കിയത് എന്ന് പറയുന്നത്. ഫാറ്റിനെ നമ്മൾ പേടിക്കുന്നതിനേക്കാൾ കാർബോഹൈഡ്രേറ്റിനെ പേടിക്കുന്ന ഒരു കണ്ടീഷനിലേക്ക് നമ്മൾ മാറി. നേരത്തെ നമ്മളൊരു പ്രിൻസിപ്പൽ മീലായിരുന്ന കാർബോഹൈഡ്രേറ്റിനെ നമ്മളിപ്പോ ഒരു നമ്മളെ കൊല്ലുന്ന ഒരു അപകട ഭീഷണി നൽകുന്ന ഒരു ഫുഡായിട്ട് മാറി. അത് കൺവേർഷനാണ്. അപ്പോൾ ഒരേ ടൈപ്പ് ഓഫ് ഫുഡ് അമിതമായിട്ട് കഴിക്കുമ്പോൾ ശരീരം എപ്പോഴും റിജക്ട് ചെയ്യാൻ ടെൻഡൻസി ഉണ്ടാവും. അപ്പൊ അങ്ങനെയല്ല നമ്മൾ ചെയ്യേണ്ടത്. നമ്മുടെ ഡയറ്റിന് ഒരു മിനിമൽ ഒരു ഡയറ്റ് പ്ലാനോ ഒരു ഡയറ്റ് ചാർട്ടോ നമ്മൾ പ്രിപ്പയർ ചെയ്യുകയും അത് കറക്റ്റ് ഫോളോ ചെയ്യുക. അതോടൊപ്പം എന്താ വെച്ചാൽ നമുക്ക് നമ്മൾ പുറത്ത് പോകുന്ന സമയങ്ങളിൽ വീക്ക്ലി വൺസോ 2 ആഴ്ച കൂടുമ്പോഴൊക്കെ ഇടയ്ക്ക് പോകുമ്പോൾ നമ്മൾ ഇത് മിനിമലി കഴിക്കുന്നത് കൊണ്ട് യാതൊരുവിധ പ്രശ്നങ്ങളും ഇല്ല. പക്ഷെ നമ്മളോട് ചെയ്യുന്നത് ഒരു നീതിയുക്തമായ രീതിയിൽ പോകുമ്പോൾ ഫുഡിനെ നമുക്ക് എന്നും എന്ത് ചെയ്യാൻ പറ്റും, അതൊരു ഹെൽത്തി ഫുഡ് ഹാബിറ്റ് അല്ലെങ്കിൽ ഫ്രണ്ട്ലി ഫുഡ് ഹാബിറ്റ് എന്നുള്ളത് നമ്മളൊരു ഹെൽത്തി ലൈഫിലേക്ക് തന്നെ പോകും. അത് എല്ലാം കൂടിച്ചേർന്നിട്ടുള്ള ഒരു ഭക്ഷണക്രമമാകുമ്പോൾ നമ്മുടെ ലൈഫിനെ നമുക്ക് വളരെയധികം ഹെൽത്തി ആയിട്ട് കൊണ്ടുപോകാനും നമ്മുടെ ശരീരത്തിനെ കൂടുതൽ എനർജൈസ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി തന്നെ ഉണ്ടാവും. അപ്പോൾ ലൈഫ് കൂടുതൽ പോസിറ്റീവായിട്ട് പോകുന്നത് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. ഇപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ മില്ലറ്റ് കൺവേർഷൻ ചെയ്യാറുണ്ട്. ഡയബറ്റിക് പേഷ്യൻസ് ഒക്കെ ഉള്ള വീടുകൾ മില്ലറ്റിനെ കൺവേർട്ട് ചെയ്യും. അത് ആ രോഗിക്ക് മാത്രവും ബാക്കിയുള്ളവർക്ക് അരി സംബന്ധമായിട്ടുള്ള അങ്ങനെ ചെയ്യരുത്. അതൊരു ഫ്രണ്ട്ലി ബ്രേക്ക്ഫാസ്റ്റിന്റെ കൺസെപ്റ്റിലാണ് നമ്മൾ എപ്പോഴും ഇതിനെ പ്ലാൻ ചെയ്യുന്നത്. വീട്ടിൽ എല്ലാവർക്കും ഒരു ഫുഡ് ആയിരിക്കണം. അപ്പോൾ കുട്ടികൾ എന്ത് ചെയ്യും, ഈ മില്ലറ്റിലേക്കും പിന്നെ മില്ലറ്റ് ഐറ്റംസിലെ ഫുഡിലേക്കൊക്കെ കൺവേർട്ട് ചെയ്യപ്പെടും. അത് മില്ലറ്റ് ടൈപ്പിലുള്ള നൂഡിൽസ് ഒക്കെ അവൈലബിൾ ആണ്. അപ്പൊ അതിലേക്ക് നമ്മൾ അവരെ കൺവേർട്ട് ചെയ്യുമ്പോൾ അതൊരു ഫോഴ്സ്ഫുൾ ഫുഡ് അല്ലേ. വീട്ടിൽ ഇതാണെന്ന് പറയും. ഇപ്പൊ എന്റെ ചെറിയ മകളുണ്ട്, അവൾക്ക് ചെറുപ്പത്തിൽ എന്റെ മദർ ഡയബറ്റിക് പേഷ്യന്റ് ആയപ്പോൾ ഉമ്മയ്ക്ക് ഉണ്ടാക്കി കൊടുത്തിരുന്ന രാഗിയുടെ അപ്പാണ് വൈഫ് ഭക്ഷണം കൊടുക്കുന്ന സമയത്ത് കൊടുത്തിരുന്നത്. അവൾക്ക് ഇപ്പോഴും അരി കൊണ്ടുണ്ടാക്കുന്ന അപ്പത്തിനേക്കാൾ കൂടുതൽ ഇഷ്ടം റാഗിയുടെ അപ്പാണ്. അപ്പോൾ അറിയാതെ അവൾ അതിലേക്ക് ചെറുപ്പത്തിലേക്ക് കൊടുത്തു വന്നതുകൊണ്ട് അവൾ കൺവേർട്ടർ ആയി. അപ്പോൾ അവൾക്ക് ആ ഒരു ഫീൽ കിട്ടുകയാണ്. ഇതേ ഒരു പാറ്റേൺ നമ്മൾ അറിയാതെ നമ്മുടെ ലൈഫിലേക്ക് കൊണ്ടുവരുമ്പോൾ നമ്മുടെ ഫാമിലി മൊത്തം ഒരു ഹെൽത്തി ഫോർമാറ്റിലേക്ക് മാറ്റുക. ഇതാണ് നമ്മൾ നമ്മുടെ വീട്ടിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് ഹോൾ കമ്മ്യൂണിറ്റിയെ നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അല്ലെങ്കിൽ ചെറിയ മക്കൾക്ക് തന്നെ ഇൻസുലിൻ ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് ഡയബറ്റിക് ആയി പോകുന്ന ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത് വളരെ ദയനീയമാണ്. അപ്പോൾ ഇത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ ഈ അടുത്ത് നമ്മുടെ കോഴിക്കോടും കൊച്ചിയിലും അതുപോലെ പെരിന്തൽമണ്ണയിലേക്കുള്ള പല ഹോസ്പിറ്റൽസും അമേരിക്കൻ ബിസിനസ് ഭീകരന്മാർ കൈക്കലാക്കി എന്നൊക്കെ ഒരു ന്യൂസ് പത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ അതിനെ കാണണ്ട. പക്ഷെ അവർ കാണുന്നത് കേരളത്തിലാണ് ആളുകൾ ഏറ്റവും കൂടുതൽ രോഗത്തിനെ ഫോക്കസ് ചെയ്ത് ട്രീറ്റ് ചെയ്ത് പോകും. നമ്മൾ രോഗം വന്നാലും ആ രോഗത്തിനെ ട്രീറ്റ് ചെയ്ത് അതിന്റെ കൂടെ നിൽക്കുന്നതോടുകൂടി ഡയറ്റ് ശ്രദ്ധിക്കില്ല. ഏത് രോഗം വരുമ്പോഴും നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡയറ്റ് ക്രമമായിരിക്കും. കൃത്യമായി നമ്മുടെ ലൈഫിനെ ട്യൂൺ ചെയ്യുന്നത് നമ്മുടെ ഡയറ്റാണ്. ആ ഡയറ്റിനെ നമ്മൾ ക്രമപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോവുക. ആ ക്രമപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോയാൽ നമുക്ക് ഏത് രോഗം നമുക്ക് റിവേഴ്സ് ചെയ്യാൻ പറ്റും. ഇപ്പൊ ഡയബറ്റീസ് പോലുള്ള ഒരു അസുഖങ്ങൾ, കൊളസ്ട്രോള്, തൈറോയിഡ് ഒക്കെ ഇപ്പൊ റിവേഴ്സ് ചെയ്യാൻ പറ്റും. അത് ട്രീറ്റ്മെന്റ് വിത്ത് മെഡിക്കൽ ട്രീറ്റ്മെന്റ് വിത്ത് ഡയറ്റ് എന്നുള്ളത് കൊണ്ട് നമുക്ക് പല ആളുകൾക്കും എന്ത് ചെയ്യാൻ പറ്റാറുണ്ട്, മെറ്റബോളിക് ഡിസീസുകളെ നമുക്ക് റിവേഴ്സ് ചെയ്യാൻ പറ്റാറ്. അപ്പോ ഷുഗറിനെ നമ്മൾ ഒരു അതിഥിയായി കാണുക. നമ്മൾ പ്രോട്ടീനെയും വെജിറ്റബിൾസിനെയും വൈറ്റമിൻസിനെയും നമ്മുടെ വീട്ടിലെ സ്ഥിരം ആളുകളായി പരിഗണിക്കുക. അങ്ങനെ ഭംഗിയുള്ള കളർഫുൾ ആയിട്ടുള്ള നമ്മളൊരു ഡയറ്റ് പ്ലാൻ നമ്മൾ ലൈഫിലേക്ക് സെറ്റ് ചെയ്യുന്നതോടുകൂടി നമ്മളെ ലൈഫിനെയും നമ്മളെ പ്ലേറ്റിന്റെ കളർഫുൾനെസ് നമ്മുടെ ലൈഫിലേക്ക് വരികയും അത് ഒരു ഫ്രണ്ട്ലി ഫുഡ് ലൈഫ് നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്നതോടുകൂടി രോഗങ്ങൾ നമുക്ക് ഇല്ലാത്ത ഒരു കണ്ടീഷനിലേക്ക് മാറാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. എന്റെ സമയം തീർന്നു ഞാൻ വിചാരിക്കുകയാണ്. അതോടൊപ്പം ഞാൻ ഈ ക്ലാസ് വൈൻഡപ്പ് ചെയ്യുന്നു. താങ്ക് യു. ഗുഡ് മോർണിംഗ്. PGയുടെ ഡിവിഷൻ പ്രോഗ്രാമിന്റെ ഇന്നത്തെ ദിവസവും ഏറ്റവും മനോഹരമായി തന്നെ അവസാനിക്കുകയാണ്. എല്ലാവർക്കും ഒരു ആരോഗ്യബോധം നൽകുന്ന സെഷൻ അവതരിപ്പിച്ച ഡോക്ടർ ഷനീബ് സാറിന് ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. ഫ്രണ്ട്ലി ഫുഡ് ഫോർ ഹെൽത്തി ലൈഫ് എന്ന വിഷയത്തെ വളരെ ലളിതമായി ജീവിതവുമായി ബന്ധിപ്പിച്ച് അവതരിപ്പിച്ചതിന് ഏറെ നന്ദി. ആരോഗ്യകരമായ ഭക്ഷണശീലങ്ങൾ നമ്മുടെ ജീവിതത്തെ എങ്ങനെ മാറ്റിമറിക്കാമെന്ന് വളരെ മനോഹരമായി തന്നെ നമ്മെ ബോധ്യപ്പെടുത്തി.
ഭക്ഷണം ശരീരത്തിന് മാത്രമല്ല മനസ്സിനും ഊർജം പകരുന്ന ഒരു ഘടകമാണ്. അത് ആരോഗ്യകരമായ രീതിയിലാക്കുകയാണ് വേണ്ടത്. ലെറ്റ് ഫുഡ് ബി ദൈ മെഡിസിൻ ആൻഡ് മെഡിസിൻ ബി നോട്ട് ദൈ ഫുഡ് എന്ന പ്രശസ്തമായ വാക്കുകൾ ഇന്നത്തെ ക്ലാസ്സിനെ കൂടുതൽ ഓർമ്മപ്പെടുത്തുന്നതാണ്. ഏതായാലും ഡിവിഷൻ പ്രോഗ്രാമിനെ മുന്നിൽ നിന്ന് നയിക്കുന്ന പ്രിയപ്പെട്ട നൂസിയ മാഡമാണ്. നൂസിയ മാഡത്തിനും ടീം ഇൻചാർജിൽ എന്നോടൊപ്പമുള്ള സീനത്ത് മാഡത്തിനും ടീം മെമ്പേഴ്സിനും പ്രിയപ്പെട്ട പാർട്ടിസിപ്പൻസിനും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു. സർ, ഫീഡ്ബാക്ക് ഒക്കെ